ഷാർജയിൽ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി കൊല്ലം കേരളപുരം സ്വദേശി വിഭജിക ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസ്. ഭർത്താവിന്റെയും സഹോദരിയുടെയും ഭർത്തൃപിതാവിന്റെയും പേരിലാണ് കേസ്. വിഭജിക ആവശ്യപ്പെട്ടിട്ടും മകൾക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങാൻ ഭർത്താവ് നിതീഷ് തടഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന വാട്സാപ്പ് ചാറ്റ് 24-ന് കിട്ടി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്താണ് അങ്ങനെ പലയാവർത്തി ആവശ്യപ്പെടുന്നതും അതൊക്കെ നിരാകരിക്കപ്പെടുന്നതും മാത്രമല്ല ഈ ആത്മഹത്യാ കുറിപ്പിലടക്കം ദ്രോഹിക്കുന്നതിനൊരു പരിധിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പലയാവർത്തി നാട്ടിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടിൽ കൊണ്ടുവരുന്നില്ല. അവരൊക്കെ ബാക്കി എല്ലാവരും നാട്ടിലേക്ക് വരുമ്പോഴും ഈ കുട്ടിയെ മാത്രം വിഭജിക മാത്രം അവിടെ നിർത്തി വരുന്ന പരിപാടിയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങേയറ്റം ക്രൂരതയുടെ പരമാവധി ഒരു പെങ്കൊച്ചിനോട് ചെയ്യാൻ കഴിയുന്ന ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന അക്രമങ്ങൾ ചെയ്യാവോ അക്രമമൊക്കെ ഒരു കുടുംബം ഒന്നാകെ ഭർത്താവ് എന്ന് പറയുന്നവൻ മാത്രമല്ല ഭർത്താവിൻ്റെ അച്ഛൻ ഭർത്താവിൻ്റെ സഹോദരി ഒക്കെ ചേർന്ന് ഒരു പെൺകുട്ടി അന്യനാട്ടിൽ കൊണ്ടിട്ട് ഉപദ്രവിക്കാവുന്നതിൻ്റെ ടോർച്ചറിങ്ങിൻ്റെ മെൻ്റൽ ഹറാസ്മെൻറ്റിൻ്റെ ഒക്കെ പരമാവധി ചെയ്ത് അത് കൊലയ്ക്ക് കൊടുത്തതാണ്. ആ കുഞ്ഞിനെ കൊന്നതിന് നമ്മൾ ഒരു കാലത്തും നമ്മൾ യോജിക്കില്ല. ആത്മഹത്യ ചെയ്തതിനോട് ഒരു കാലത്തും യോജിക്കില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം ആത്മഹത്യയല്ല. ഇത് ഈ കുട്ടിക്ക് ആത്മഹത്യ ഇക്കാര്യങ്ങൾക്ക് നേരത്തെ പുറത്തു പറഞ്ഞ് ഇടപെടലൊക്കെ ഉണ്ടാകുമായിരുന്നു, രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ആ കുട്ടി ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തു. തെറ്റാണ്, ആ വഴി തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത വഴിയാണ്. അത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആത്മഹത്യയിലെ പരിഹാരം. പക്ഷേ ആത്മഹത്യയിലേക്ക് നയിച്ച് ആ കുട്ടിയെ മാനസികമായും ശാരീരികമായും വല്ലാതെ ഇല്ലാതാക്കുന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതും പോരാഞ്ഞ് ആത്മഹത്യ ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒക്കെ ചെയ്യുന്ന വഴി തെളിവ് നശിപ്പിക്കുക എന്ന പരിപാടി കൂടി ഇവന്മാർ ചെയ്യുന്നുണ്ട് അവിടെ എന്നാണ് അറിയാനും കഴിയുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും FIR ഒക്കെയാണ് പ്രേക്ഷകർ കാണുന്നത്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ വെച്ചിട്ട് സുജിത്ത്, ഈ പറയുന്നത് പോലെ പീഡനത്തിൻ്റെ മാനസിക ടോർച്ചറിങ്ങിൻ്റെ അങ്ങേയറ്റമായിരുന്നു. ഈ പറയുന്ന രീതിയിൽ ഗർഭിണിയായിരിക്കെ കഴുത്തിൽ ബെൽറ്റിട്ട് താഴെ കൂടെ വലിക്കുക, മുടിയും പൊടിയും കലർന്ന ഷവർമ താഴെ തൊണ്ടക്കുഴിയിൽ കുത്തിപ്പിടിച്ച് വായിലേക്ക് കുത്തിക്കയറ്റുക തുടങ്ങിയ അങ്ങേയറ്റം നീചമായ പണികൾ ഈ ഭർത്താവിൻ്റെ അച്ഛനും ഭർത്താവിൻ്റെ സഹോദരിയും ചേർന്ന് ചെയ്തു എന്ന് ഈ വിഭജിയുടെ ആത്മഹത്യാക്കുറിപ്പിലും തെളിവുകളിൽ നിന്നുമൊക്കെ പട്ടാപ്പകൽ പോലെ വ്യക്തമാണ്. സുജിത്ത്. അതെ ഹഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ വളരെ ക്രൂരമായ പീഡനമാണ് ഭർത്താവിൽ നിന്നും നേരിടേണ്ടി വന്നത് വിഭജികയ്ക്ക് എന്നുള്ളതാണ്. മാത്രമല്ല വിഭജികയുടെ കുഞ്ഞിനെ വൈഭവിയെയും വിഭജികയെയും ഇല്ലാതാക്കുമെന്ന് പലതവണ നിതീഷ് വഴക്കിനിടയിൽ വിഭജികയോട് പറയുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും ആ വിഭജിക പിടിച്ചു നിന്നു. ദിവസങ്ങളോളം പട്ടിണിക്കിട്ടു. അവിടെ ഇരിക്കുന്ന അധികം വന്ന ഭക്ഷണം കഴിക്കാൻ പോലും ഈ വിഭജികയെ അനുവദിച്ചിരുന്നില്ല. അത് വീട്ടിലെ പട്ടിക്കുള്ളതാണ്, നീ കഴിക്കരുത് എന്ന് നിതീഷ് പലതവണ പറഞ്ഞു എന്നും വിഭജിക വാട്സാപ്പ് സന്ദേശങ്ങളിൽ ഉൾപ്പെടെ ബന്ധുവിന് അയച്ചപ്പോൾ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ കേസിൽ അമ്മ നൽകിയ പരാതിയിൽ വിശദമായ മൊഴിയെടുത്ത് കുണ്ടറ പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അത് നിതീഷിനെതിരെ മാത്രമല്ല, ഹഷ്മി പറഞ്ഞതുപോലെ തന്നെ നിതീഷിനും നിതീഷിൻ്റെ സഹോദരി നീതുവിനും അച്ഛൻ മോഹനുമെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. BNS ആക്ട് 85, 108 വകുപ്പുകളും ഒപ്പം തന്നെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 3, 4 വകുപ്പുകളും ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ വിശദമായ മൊഴിയാണ് ഇന്നലെ അമ്മയുടെ രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ എത്രത്തോളം പീഡനം അനുഭവിച്ചിരുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുള്ള വിഭജികയുടെ വാട്സപ്പ് സന്ദേശങ്ങൾ, ഒപ്പം തന്നെ ഫേസ്ബുക്കിൽ ടൈമർ സെറ്റ് ചെയ്തിട്ടിരുന്ന സൂയിസൈഡ് നോട്ട്, ഇതൊക്കെ തന്നെ ഇപ്പോൾ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിഭജികയുടെ ഫോണും അതുപോലെ തന്നെ ലാപ്ടോപ്പും ഉപയോഗിച്ചിരുന്നത് നിതീഷ് ആയിരുന്നു. ഈ വിഭജികയുടെ മരണശേഷം ഇത് രണ്ടും നിതീഷിൻ്റെ കൈവശമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാട്സപ്പ് ചാറ്റുകളും അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ ഇവർക്കെതിരായിട്ടുള്ള പല പോസ്റ്റുകളും ഇവരുടെ ക്രൂരത വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ വിഭജിക പോസ്റ്റ് ചെയ്തിട്ടും അതൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പോൾ ഇതിനു പിന്നിലും നിതീഷ് തന്നെയാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈബർ സെല്ലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മൊബൈലും അതുപോലെ തന്നെ വിഭജികയുടെ മൊബൈലും ലാപ്ടോപ്പും എല്ലാം തന്നെ തിരിച്ച് പിടിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ബന്ധുക്കൾ ഉന്നയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തേണ്ടതുണ്ട്. അവിടെ ഇത് തമ്മിലുള്ള പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടത്തിയതിനു ശേഷമാകും ഇത്തരത്തിലുള്ള ഒരു മരണത്തിൽ വലിയ രീതിയിലുള്ള പരാതികൾ ബന്ധുക്കൾ അവിടുത്തെ പോലീസിനും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസും ഇതുമായി ബന്ധപ്പെട്ട് ഷാർജയിൽ അന്വേഷണം നടത്തുകയാണ്. അതിനുശേഷമാകും കോടതി നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം നാട്ടിലെത്തിക്കുന്ന ഈ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് കൂടിയാണ് വീട്ടുകാർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ നടന്ന സംഭവങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അത് വീണ്ടും നടത്തി തൻ്റെ മകളുടെ മരണത്തിൽ കാരണക്കാരായ 3 പേർക്കുമെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് മാതൃകാപരമായ ശിക്ഷ ഇവർക്ക് നൽകണമെന്നുള്ളതാണ് അമ്മ ശൈലജ ആവശ്യപ്പെടുന്നത്. ബന്ധുക്കളും ഇതുതന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഹഷ്മി. ഓക്കെ.
സുജിത് സുരേന്ദ്രനാണ്. മുടി മുറിച്ച് വിരൂപയാക്കുക, നാട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഉപദ്രവിക്കുക, അടിക്കുക, കഴുത്തിൽ ബെൽറ്റിട്ട് വലിക്കുക, ഈ പറയുന്ന രീതിയിൽ മുടിയും പൊടിയും ഒക്കെ നിറഞ്ഞ ഷവർമ വായിൽ കുത്തിക്കയറ്റുക തുടങ്ങിയ അക്രമത്തിൻ്റെ പരമാവധിക്കൊടുവിലാണ് ആ കുട്ടി ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുത്തത്. തെറ്റാണ്, ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കാൻ പാടില്ല. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനുള്ള വഴി രക്ഷപ്പെട്ട് നാട്ടിലേക്കൊക്കെ വന്ന് അനുഭവിച്ച പീഡനത്തിന് പകവീട്ടുക ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഈ ആത്മഹത്യ പരിഹാരമല്ല എന്ന് പറയുമ്പോൾ തന്നെ ആത്മഹത്യക്ക് കാരണക്കാരായ ഈ മൂന്ന് പേർക്കും അതിന് കൃത്യമായ ശിക്ഷ അവിടെയോ ഇവിടെയോ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യണം.